നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 16, 2026 തിങ്കൾ. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പലവിധ മാധ്യമങ്ങൾ വഴി കണ്ടിരിക്കും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ്. ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നു. മാത്രമല്ല, ഈ വീക്കെൻഡില് ഇറാന്റെ നട്ടെല്ലായിരുന്ന കാർക്ക് ഐലൻഡിനെ US ആക്രമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില അതിശക്തമായി ഉയരുമെന്നുള്ള പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തിയതെങ്കിലും യുഎസിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വരികയുണ്ടായി. അതായത് 172 മില്യൺ ബാരൽ എണ്ണ യുഎസിന്റെ ഭാഗത്ത് നിന്നും വിപണിയിലേക്ക് എത്തിക്കും. ഇതിനെ തുടർന്ന് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ച ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നായിരുന്നു. അതായത് ഉക്രൈന്റെ ഭാഗത്ത് നിന്നും യുഎസിനും കൂടാതെ യുഎസിന്റെ സഖ്യരാഷ്ട്രങ്ങളായ GCC രാഷ്ട്രങ്ങൾക്കും ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ കൈമാറാമെന്നുള്ള പ്രഖ്യാപനം ഉക്രൈൻ നടത്തുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെ ഇന്നലെ ഇറാന്റെ ഭാഗത്ത് നിന്നും അതിരൂക്ഷമായ വിമർശനം ഉക്രൈനെതിരെ വരികയും ചെയ്തു. കൂടാതെ ഇറാന്റെ ഭാഗത്ത് നിന്നും വന്ന പ്രഖ്യാപന പ്രകാരം, അതായത് ദീർഘകാലത്തേക്കുള്ള യുദ്ധത്തിന് ഇറാൻ തയ്യാറാണെന്നുള്ള പ്രസ്താവനയാണ് ഔദ്യോഗികമായി തന്നെ വരികയും ചെയ്തത്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കറിന്റെ ഭാഗത്ത് നിന്നും ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് നിലവിൽ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള സെല്ലിംഗ് സിംഗിൾ ഡേയിൽ നടത്തിക്കൊണ്ട് 10,716.64 കോടി രൂപയ്ക്ക് നടത്തുകയും ഉണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 9,977.42 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് 22,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം നോക്കി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ 23,300 തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 23,500 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസും ഒരുപക്ഷെ നേരിട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. എസ്പെഷ്യലി ഫെബ്രുവരി മാസത്തെ WPI ഫുഡ് ഇൻഡെക്സ്, ഫ്യൂവൽ, ഇൻഫ്ലേഷൻ, മാനുഫാക്ചറിംഗ് തുടങ്ങിയ WPI ഡാറ്റകളുടെ റിലീസ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കാനിരിക്കുന്നു. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തിൽ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റകളുടെയും റിലീസ് നടക്കാനുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7:30 ചൈനയിൽ നിന്നും ജനുവരി ഫെബ്രുവരി മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളുടെയും കൂടാതെ ജനുവരി ഫെബ്രുവരി മാസത്തെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയുടെയും റിസൾട്ടുകളുടെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം 6 മണിയോടുകൂടി കാനഡയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെയും റിലീസ് നടക്കാനിരിക്കുന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ എല്ലാ ADR സ്റ്റോക്സിനും നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. വിപ്രോ ADRന് 1.25%, ഇൻഫോസിസ് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 1.5%, അതേസമയം HDFC ബാങ്ക് ADRന് 0.5%, ICICI ബാങ്ക് ADRന് 0.25%, ആക്സിസ് ബാങ്ക് ADRന് 2.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ S&P 500ന് 0.5%, നാസ്ഡാക്കിന് 1%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ഇന്ന് വ്യാപാരം പുനരാരംഭിച്ച യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 170 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.5%-യും ഫ്രാൻസ് മാർക്കറ്റിന് 1%-അടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി 137 പോയിന്റുകളുടെ നേട്ടമാണ് പ്രതിഫലിപ്പിക്കുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന്
ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1%-അടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $102.79 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $97.75 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിലും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $5017.86 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിലും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സിൽവറിന്റെ വിലയിലും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഉണ്ടായ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് സിൽവർ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നതും. $80.64 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് സിൽവറിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.58 എന്ന നിലയിലും മാക്സ് പെയിൻ 23,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വെള്ളിയാഴ്ചയും നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് ബിയേഴ്സ് മാർക്കറ്റിൽ കൺട്രോൾ ശക്തമാക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് എബവ് ആവറേജ് വോളിയത്തോടുകൂടി, എന്നാൽ അതേസമയം ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചർ തുടർന്നുകൊണ്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല RSIയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 25 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 24.15 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 22,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.75 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും നിഫ്റ്റിയുടേതുപോലെ തന്നെ ലോങ് റെഡ് ക്യാൻഡിൽ തന്നെയാണ് ദൃശ്യമാകുന്നത്. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 20, 50, 100 ഡേ EMകൾ ഡൗൺ ട്രെൻഡ് തുടരുകയും ചെയ്തു. RSIയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 23 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 55,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. എന്നാൽ പുട്ട് സൈഡിലേക്ക് 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 52,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഒമിനിടെക് എഞ്ചിനീയറിംഗ് Q3 ഏർണിംഗ്സുകൾ കമ്പനി റിലീസ് ചെയ്തു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ പ്രോഫിറ്റിൽ 1.4% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 7.6% വർധനവും രേഖപ്പെടുത്തി. ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ 32 യൂണിറ്റ് ഡോപ്ലർ വെതർ റഡാറുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് 228 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അദാനി പവർ ദീർഘകാല വൈദ്യുതി വിതരണ കരാർ പ്രകാരം 1600 മെഗാവാട്ട് താപവൈദ്യുതി വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള ഓർഡർ മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി വിതരണ കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചെയർപേഴ്സണായി ഇൻഡിപെൻഡന്റ് ഡയറക്ടറായ ശ്രീ കൽപ്പന ഉനദട്ടിനെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. വാരി എനർജീസ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 6,200 കോടി രൂപ നിക്ഷേപിച്ച് 10 ഗിഗാവാട്ട് ശേഷിയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഇൻഗോട്ട് വേഫർ നിർമ്മാണ കേന്ദ്രം കമ്പനി തുറക്കും. ദിലീപ് ബിൽഡ്കോൺ ഒഡീഷ ബ്രിഡ്ജ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നിന്ന് 160.2 കോടി രൂപയുടെ റോഡ് പദ്ധതിക്കായി കമ്പനിയെ ലോവസ്റ്റ് ബിഡറായിട്ട് പ്രഖ്യാപിച്ചു. ബാജൽ പ്രൊജക്ട്സ് സസ്വാദിൽ 400 kV AIAS സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനിയിൽ നിന്ന് 700 കോടി രൂപയുടെ EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. JK ലക്ഷ്മി സിമെന്റ് ആസാമിലെ ന്യൂ ഉമ്മരങ് സോ ചുണ്ണാമ്പുകൽ ബ്ലോക്കിന്റെ ഖനനപാട്ടത്തിന് കമ്പനിയെ മുൻഗണനാ ലേലക്കാരനായിട്ട് പ്രഖ്യാപിച്ചു. GMR എയർപോർട്ട്സ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കമ്പനിക്ക് ഒരു ലെറ്റർ ഓഫ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ കാർഗോ ടെർമിനൽ 1ന്റെ നവീകരണത്തിനും പ്രവർത്തനത്തിനും കൈകാര്യം ചെയ്യുന്നതിനും പരിപാലനത്തിനുമായിട്ടുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ധനവിലയിലുണ്ടായ ഗണ്യമായ വർധനവ് കണക്കിലെടുത്ത് മാർച്ച് 14 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിൽ കമ്പനി ഇന്ധന നിരക്ക് ഏർപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.